ഇന്നത്തെ റെസിപ്പി ചുവന്ന വൻപയർ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ വീഡിയോ അവസാനം വരെ കണ്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഇനി റെസിപ്പിയിലേക്ക് പോകുന്ന മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനി റെസിപ്പിയിലേക്ക് പോവാം. ഞാൻ ഇവിടെ അരക്കപ്പ് ചുവന്ന വൻപയർ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പാനിലിട്ടൊന്ന് ചൂടേറ്റി എടുക്കാം. പയർ നന്നായി കുറച്ച് ചൂടായിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി എടുത്തിട്ട് വരാം. കഴുകിയിട്ട് ഇതാ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. 2 ചെറിയ തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, 1 ഗ്ലാസ് വെള്ളം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി അപ്പോഴേക്ക് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. ഇവിടെ തേങ്ങാപ്പാലാണ് കേട്ടോ എടുത്തത്. ഒരു 2 കപ്പ് തേങ്ങാപ്പാൽ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ പയർ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച് തേങ്ങ ഒഴിച്ച് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓൺ ആക്കാം. ഇങ്ങനെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് കാച്ചാൻ വേണ്ടി വേറൊരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഓയിൽ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ചുവന്ന മുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറി ലീവ്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച പയർ കറി ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് സെർവ് ചെയ്യാം. ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ.